2-3 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത് എനിക്ക് എക്സാം ഉള്ളത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയൊക്കെ ആയത് കാരണമാണ്. സോ ഈ വീഡിയോ ഞങ്ങൾ എക്സാമിനൊക്കെ മുൻപ് തിരക്ക് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. അവിടെ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് 5 മണിക്ക് അവിടെ എത്തേണ്ട ഞങ്ങൾ 9:15 ആയപ്പോഴാണ് വീട്ടിൽ നിന്നേ ഇറങ്ങുന്നത്. ഒരു ഉത്സവമാണ്, അതിന് കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും എന്ന് അറിയുമെങ്കിലും ഇത്രയും ആൾക്കാരെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ. അപ്പോൾ ഒരു കുട്ടി ആ കുട്ടിയുടെ ഫോൺ എന്റെ കയ്യിലോട്ട് വന്നിട്ട് ഫോട്ടോ എടുക്കാമോ എന്ന് ചോദിച്ചു. ഇത് ആരാ എന്നോട് എന്തിനാണോ ഫോട്ടോ എടുക്കാൻ പറയുന്നതെന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ ആ കുട്ടിക്ക് ഫോട്ടോ എടുത്തു കൊടുത്തപ്പോൾ ആ കുട്ടി പറഞ്ഞു എന്റെ മാത്രമല്ല നമ്മുടെ രണ്ടുപേരുടെയാണ്. അത്രയും ആൾക്കാരെ കണ്ട് കിളി പോയിരിക്കുന്ന എന്റെ കിളി ഒന്നുകൂടെ പോയി. പിന്നെ അവിടെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ആകെ 2 സെൽഫി എടുത്തത് മാത്രം ഓർമ്മയുണ്ട്. പെട്ടെന്ന് ആ കുട്ടിയോട് സംസാരിക്കാൻ എന്തിനാ ആ കുട്ടിയോട് പേര് പോലും ചോദിക്കാൻ എനിക്ക് പറ്റിയില്ല. അതിന് റിയലി സോറി. പിന്നീട് ഞങ്ങൾ ആ കുട്ടിയെ ഒരുപാട് തെരഞ്ഞിട്ടും കണ്ടുമില്ല. പിന്നെ ഇതും പറഞ്ഞ് എനിക്ക് അങ്ങോട്ട് ഡിപ്രഷൻ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് അന്നദാനവും കഴിച്ച് നേരെ ഗുളികന്തര കാണാൻ പോയി. ഞാൻ ഈ വയനാട്ടിലൊക്കെ തന്നെ ആയിട്ടും 3ാമത്തെ തവണയാണ് തിറ കാണാൻ പോകുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നു ഇതൊക്കെ കാണാൻ എനിക്ക് പ്രത്യേക താല്പര്യമാണ്. അപ്പോൾ എന്റെ തൊട്ട് ബാക്കിൽ എന്റെ വീഡിയോ ഒക്കെ കാണുന്ന കുറച്ച് പേരെ ഞാൻ പരിചയപ്പെട്ടു. എല്ലാവരും എന്നോട് നന്നായിട്ട് മിണ്ടുകയും ചെയ്തു. പിന്നെ എനിക്ക് പൊരിയും വാങ്ങിച്ചു തന്നു. എല്ലാവരും നല്ല കമ്പനിയായിരുന്നു. സോ കുറച്ചൊക്കെ ധൈര്യമായി. പൊരി എനിക്കാണ് മേടിച്ച് തന്നതെങ്കിലും കിട്ടിയപ്പോഴേ അത് ലച്ചു കഴിക്കലാക്കി. എന്നിട്ട് അവളുടെ ഓരോ ഡയലോഗ് അടി. പിന്നെ ഗാനമേള തുടങ്ങാറായപ്പോഴേക്കും എനിക്ക് ഡാൻസ് കളിക്കണേന്നും പറഞ്ഞ് ലച്ചു ഓടി. പിന്നെ ഞങ്ങൾ ബാക്കി തരം കണ്ട് അവിടെ ഇരുന്ന് എല്ലാവരോടും ഗാനമേള കാണാൻ പോവാന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയി. ഗാനമേളൊക്കെ അടിപൊളിയായിരുന്നെങ്കിലും അവിടെ നിന്ന് ഗാനമേളക്ക് തുള്ളണം എന്ന് പറഞ്ഞ് വന്ന ആള് ദേ ഇവിടെ സൈഡായി. അത്ര നേരം ഇല്ലാത്തൊരു ഇളക്കായിരുന്നു ഇവർക്കും 3 പോവാറായപ്പോ. അങ്ങനെ ഗാനമേള കഴിയുന്നതിന് മുൻപ് പുലർച്ചെ 4 മണിയായപ്പോ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ.